ജനക്ഷേമവും വികസനവും ഒരുമിച്ചുള്ള ബദലാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിമർശകരെ വകവയ്ക്കില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്നും പിണറായി പറഞ്ഞു. നിശാഗന്ധിയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സർക്കാരിന്റെ വാർഷികാഘോഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നിശാഗന്ധിയിൽ തയ്യാറാക്കിയ കൽവിളക്കിൽ ദീപം പകർന്നാണ് മുഖ്യമന്ത്രി ഒന്നാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് വേദിക്ക് സമീപം തയ്യാറാക്കിയ 1000 മൺചിരാതുകളും തെളിഞ്ഞു. ഒരു വർഷം കൊണ്ട് ചെയ്ത കാര്യങ്ങൾ പറയാൻ ചുരുങ്ങിയ സമയം തികയില്ലെന്ന മുഖവുരയോടെ പ്രസംഗം തുടങ്ങിയ മുഖ്യമന്ത്രി നേട്ടങ്ങൾ എണ്ണി പറഞ്ഞു. സർക്കാരിനെ വലിയ പ്രതീക്ഷയോടെ കാണുന്ന ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റും. ആരോഗ്യകരമായ വിമർശനങ്ങളെ സ്വീകരിക്കും. നശീകരണ വാസനയോടുള്ള വിമർശനങ്ങൾക്ക് സർക്കാരിനെ തളർത്താൻ കഴിയില്ല. അത് ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള വാശി കൂട്ടുകയുള്ളൂവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ ദുശ്ചേതികളുടെ പാപഭാരം ഈ സർക്കാർ ചുമക്കേണ്ടി വരികയാണെന്നും വിഴിഞ്ഞം തുറമുഖ കരാറിനെ പരാമർശിച്ച് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഒരു തരത്തിലും പാപം ചെയ്യാത്ത ഞങ്ങളുടെ പടലിക്ക് വന്ന് വീഴുകയായിരുന്നു. ആ പടലിക്ക് വന്ന് വീണതിനെ സർക്കാരിൻ്റേതായ രീതികൾ വെച്ച് തട്ടിമാറ്റാൻ കഴിയാത്തവയുമുണ്ട്. നിങ്ങൾ അതും പേറി നടന്നോ എന്നതേ പറ്റൂ. സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടിനെയും ഇടതു ബദലിനെയും കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട് ഇങ്ങനെ: നിങ്ങളെ ബദൽ എന്ത് എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ബദൽ. ഇതിലൊക്കെ കൂടിയാണ് ഈ നാടിന്റെ വികസനം എന്ന് പറയുന്ന വികസനം ഉറപ്പുവരുത്താൻ കഴിയുക. വിമർശകർക്ക് മറുപടിയും തുടർ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും തേടിയാണ് പിണറായി പ്രസംഗം അവസാനിപ്പിച്ചത്. ഞങ്ങളെ ആക്രമിക്കുന്നവരുണ്ടാവും, വിമർശിക്കുന്നവരുണ്ടാവും. അവരാ വഴിക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ലോകത്താകെയുള്ള മലയാളികളോടായി ഈ സർക്കാരിന് വേണ്ടി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. അത് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നിങ്ങളുടെ സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാവണം എന്ന് മാത്രമാണ്. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മന്ത്രിമാർ, ഇടതു കക്ഷി നേതാക്കൾ, ചീഫ് സെക്രട്ടറി തുടങ്ങിയവരും പങ്കെടുത്തു. നെയ്യാറിൽ നിന്ന് നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ പ്രയത്നിച്ച ജീവനക്കാരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം.